നാളെ ഫെബ്രുവരി 26 മഹാശിവരാത്രി ദിനം. അശ്വതി, ഭരണി, കാർത്തിക, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നിങ്ങനെയുള്ള മേടം, മകരം, കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾ സാക്ഷാൽ പരമേശ്വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശികളാണ്. വേദജ്യോതിഷമനുസരിച്ച് ഓരോ രാശിക്കാരായിട്ടുള്ള ആളുകളും അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകേണ്ടി വരിക. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ രാശിക്കും ഓരോ ദേവതയുണ്ട്. നിങ്ങളുടെ രാശിയുടെ ദേവത ഏതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നടക്കും. നിങ്ങളുടെ ദേവതയെ തിരിച്ചറിയുകയും വേണ്ട വിധം ഭജിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങളായിരിക്കും നൽകുന്നത്. ഇപ്രകാരം നോക്കുമ്പോൾ സാക്ഷാൽ പരമശിവന്റെ ഇഷ്ടരാശികളായ മേടം, മകരം, കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾ ഭഗവാനെ ഭജിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനും ജീവിതത്തിലെ ദുരിതങ്ങൾ അകലുന്നതിനുമായി ഏറ്റവും എളുപ്പത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ശിവരാത്രി ദിനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളതും നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന ഗുണകരമായ കാര്യങ്ങളെപ്പറ്റി എല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി ശിവഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാശിവരാത്രി ദിനം അതിവിശേഷം നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളാണോ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതെല്ലാം തന്നെ സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കുവാൻ നിങ്ങളാൽ കഴിയും. എന്തൊക്കെ തകർച്ച വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും അതെല്ലാം വളരെയധികം ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള ധൈര്യം സാക്ഷാൽ മഹാദേവൻ നിങ്ങൾക്ക് നൽകും. അതുപോലെ തന്നെ മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾ മഹാശിവരാത്രി വ്രതവും ആചാരാനുഷ്ഠാനങ്ങളുമൊന്നും തെറ്റിക്കാതെ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏറ്റവും ശക്തനും ജ്ഞാനത്തിൻ്റെ തൃക്കണ്ണുള്ളവനും സംഹാരത്തിൻ്റെ ദേവനുമാണ് സാക്ഷാൽ പരമശിവൻ. എന്നാൽ തന്നെ ഭജിക്കുന്ന ഭക്തർക്ക് വേണ്ടതെല്ലാം നൽകുന്നവനുമാണ് സാക്ഷാൽ മഹാദേവൻ. ഇതിൽ എല്ലാം ഉപരിയായി ഈ മഹാശിവരാത്രി ദിനത്തിൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ദാരിദ്ര്യത്തിനുമൊക്കെ ശമനം ലഭിക്കുവാനായി നിങ്ങൾ ചെയ്യേണ്ട പ്രത്യേക ഒരു കാര്യത്തെപ്പറ്റി ഏറ്റവും അവസാനം പറയുന്നുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമെല്ലാം തന്നെ ഒരു അവസാനമുണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമതായി ഈ ഫെബ്രുവരി 26 മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവന്റെ പ്രിയപ്പെട്ട രാശിക്കാരായതിനാൽ വളരെയധികം സൗഭാഗ്യങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ പോകുന്ന രാശിക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ശിവഭഗവാന്റെ ദൈവീകമായ പ്രഭ നിങ്ങൾക്ക് ചുറ്റും ഒരു കാന്തിക വലയം പോലെ നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും മഹാശിവരാത്രി ദിനം. നിങ്ങൾക്ക് ഏവർക്കും അറിയാമായിരിക്കും, മകരം രാശിയുടെ അധിപനായ ഗ്രഹം ശനിയാണ്. ശനി പരമശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായതിനാൽ തന്നെ
മകരം രാശിയിൽ പിറന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന നക്ഷത്രക്കാരിലേക്ക് അത്രയധികം അനുഗ്രഹങ്ങളും ഗുണകരമായ ഫലങ്ങളും ഭഗവാൻ നൽകുന്ന ഒരു സമയമാണ് മഹാശിവരാത്രി ദിനം. മകരം രാശിക്കാരായിട്ടുള്ള ആളുകളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പല വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് വിവേകം കൊണ്ടും പരമശിവന്റെ അനുഗ്രഹം കൊണ്ടുമൊക്കെ മറികടക്കുവാൻ കഴിയും. ഈ ഗുണഫലങ്ങളൊന്നും വെറുതെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയുന്നവയല്ല. നിങ്ങൾ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ശിവഭക്തി ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ശിവനെ ഭജിച്ചാൽ മാത്രമേ ഈ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളെ വളരെയധികം വലയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചാക്ഷരി മന്ത്രം സ്ഥിരമായി ജപിക്കുക. അതുപോലെ തന്നെ ഈ ഫെബ്രുവരി 26 മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾ തീർച്ചയായും ചെയ്യേണ്ട ഒരു കാര്യത്തെപ്പറ്റിയും ഇതിൽ തന്നെ നാം വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില സാമ്പത്തികമായ നേട്ടങ്ങളും നിങ്ങളെ തേടിയെത്തും. എല്ലാം മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് മാത്രം. ഇനി മൂന്നാമതായി, ഈ മഹാശിവരാത്രി ദിനത്തിൽ പരമശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാശിക്കാരായതിനാൽ തന്നെ വളരെയധികം ഈശ്വരാധീനം അനുഭവിച്ചറിയുവാൻ കഴിയുന്ന നക്ഷത്രക്കാർ അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയുടെ അധിപനും ശനി ആയതിനാൽ തന്നെ ശിവഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് മേൽ ഉണ്ടാകും. നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിരുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും കാര്യ തടസ്സങ്ങൾക്കുമൊക്കെ ഒരു മാറ്റം വരുന്ന ദിവസമായിരിക്കും ഫെബ്രുവരി 26. അതുപോലെ തന്നെ വിവാഹപ്രായമായിട്ടും ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയാതെ വളരെയധികം മനസ്സ് വിഷമിച്ച് കഴിയുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിയിലുള്ള ആളുകൾക്ക് ഈ മഹാശിവരാത്രി ദിനത്തിൽ മഹാദേവനെ ശരിയായ രീതിയിൽ പൂജിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഉത്തമ പങ്കാളിയെ ഉടനെ തന്നെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും. ശിവഭക്തി കൈവിടാതെ നിങ്ങൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിനും ഐശ്വര്യങ്ങൾക്കും അതിരുണ്ടാവില്ല. ഇനി ഫെബ്രുവരി 26 അതായത് നാളെ മഹാശിവരാത്രി ദിനത്തിൽ മേടം, മകരം, കുംഭം രാശിക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ട ഏറ്റവും ലളിതമായ ഒരേ ഒരു കാര്യത്തെപ്പറ്റി പറയാം. നിങ്ങൾ മഹാശിവരാത്രി ദിനത്തിൽ രാവിലെ തന്നെ മേടം, മകരം, കുംഭം രാശിയിൽ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1 രൂപയെങ്കിലും കൈനീട്ടം വാങ്ങിച്ച് നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ തന്നെ ആകാം, നിങ്ങളുടെ വീട്ടിലുള്ള ആരെങ്കിലും തന്നെ ആവാം, നിങ്ങളുടെ സുഹൃത്തുക്കളുമാവാം. എന്തുമായിക്കോട്ടെ, ഈ നക്ഷത്രക്കാരായിട്ടുള്ള ആളുകളായിരിക്കണം എന്ന് മാത്രം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളുടെ നക്ഷത്രം അശ്വതി ആണെന്നിരിക്കട്ടെ. നിങ്ങൾ ചെയ്യേണ്ടത് മഹാശിവരാത്രി ദിനത്തിൽ രാവിലെ തന്നെ അശ്വതി, ഭരണി, കാർത്തിക, ഉത്രാടം, തിരുവോണം, അവിട്ടം, അതുമല്ലെങ്കിൽ ചതയം, പൂരുരുട്ടാതി ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തിയുടെ കയ്യിൽ നിന്ന് 1 രൂപ നാണയം വാങ്ങി നിങ്ങളുടെ പേഴ്സിനുള്ളിൽ വയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാണയം നൽകുന്ന വ്യക്തി
പൂർണ്ണമായും നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾക്ക് നല്ലത് മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നവരുമാകാൻ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളിലേക്കും ക്ഷേത്ര ദർശനത്തിലേക്കുമൊക്കെ കടക്കുവാൻ. അതുപോലെ തന്നെ നിങ്ങൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ള ആ 1 രൂപ നാണയം ഒരു കാരണവശാലും ചിലവഴിക്കുവാൻ പാടില്ല. അത് നിങ്ങളുടെ പേഴ്സിനുള്ളിൽ തന്നെ വയ്ക്കുക. ഇപ്രകാരം നിങ്ങൾ ഈ മഹാശിവരാത്രി ദിനത്തിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് വന്നു ചേരുവാനിടയാക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളും അധികമായിരിക്കും. എന്തുകൊണ്ടും ഈ പറഞ്ഞിട്ടുള്ള 3 രാശിക്കാർക്ക് ഈ മഹാശിവരാത്രി ദിനം അതിവിശേഷപ്പെട്ടതാണ്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.